തിരുസന്നിധിയിൽ നന്ദിയോടടിയ വരുന്നു അങ്ങേ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനേ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയ വരുന്നു അങ്ങേ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനേ ആരാധ്യനേശുവേ. ആരാധന 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 തിരുസന്നിധി ഹൃദയം നുറുങ്ങി വരുന്നു പാപഭാരവുമായി. ശുദ്ധമാക്കിയിടുക എന്നെ തന്നിടത്താൽ പരിശുദ്ധനേശുവേ. തിരുസന്നിധിയിൽ ഹൃദയം നുറുങ്ങി വരുന്നു പാപഭാരവുമായി. ശുദ്ധമാക്കിയിടുക എന്നെ തന്നിടത്താൽ പരിശുദ്ധനേശുവേ. ആരാധന 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 എല്ലാവരും ചേർന്ന് പാടുക. ആരാധന 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 തിരുസന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ തരുന്നു എന്നെ തൻ കരത്തിൽ. കരുതുന്നവനെ ശരണം മതിയെ സർവശക്തനേശുവേ. തിരുസന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ തരുന്നു എന്നെ തൻ കരത്തിൽ. കരുതുന്നവനെ ശരണം മതിയെ സർവശക്തനേശുവേ. ആരാധന 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 തിരുസന്നിധിയിൽ നന്ദിയോടടിയ വരുന്നു അങ്ങേ ആരാധിപ്പാൻ. കനിവേകിടണേ കരുണാമയനേ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയ വരുന്നു അങ്ങേ ആരാധിപ്പാൻ. കനിവേകിടണേ ആരാധിച്ചു മഹത്വപ്പെടുത്താൻ പാദപ്പെടുന്നതിലേക്ക് അടുത്ത് വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരാധന
ഹൃദയം നുറുങ്ങി വരുന്നവരെ തിരസ്കരിക്കാത്തവനായ സർവശക്തനായ ദൈവം നമ്മുടെ സമർപ്പണത്തെ ഒരു സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ദൈവമാകയാൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നവന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാണ് പാടിക്കാണ് കർത്താവേ, ഇന്ന് പകൽ എന്നെ മുഴുവനായിട്ടൊന്ന് ശുദ്ധീകരിക്കുക. അങ്ങയുടെ തട്ടക്കിലെ ചോരയാൽ എന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സന്തോഷിക്കേണ്ടവർ കരയുന്നുവോ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ സന്തോഷിക്കുന്നവരോട് ചേർന്ന് സന്തോഷിക്കുവീൻ എന്ന ആഹ്വാനം നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സന്തോഷിക്കുവാനാവാതെ കരയുന്നുവോ? ഹോശന്ന ഹോശന്ന എന്ന ആർത്ത് ശിഷ്യന്മാരുടെ കൂട്ടം ആർത്തുല്ലസിക്കുമ്പോൾ, സന്തോഷത്തിൻ്റെ ഗീതം പാടി ആഘോഷയാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ സന്തോഷത്തിൻ്റെ അവരുടെ ആർപ്പിൻ്റെ കേന്ദ്രബിന്ദുവായ യേശുക്രിസ്തു ഉള്ളം നീറി കരയുന്നു. ശിഷ്യന്മാരുടെയും പുരുഷാരത്തിൻ്റെയും ആർപ്പും സന്തോഷവും അവരുടെ മശിഹ രാജ്യം സ്ഥാപിക്കും, രാജാവാകും എന്ന ഭൗതിക വിഷയത്തിൽ ഊന്നിയും ഉള്ളതാണ്. എന്നാൽ താൻ സ്ഥാപിക്കുന്നത് ആത്മീയ ദൈവരാജ്യമാണെന്നും തന്നിൽ വിശ്വസിക്കുന്നവരും തനിക്കായി കാത്തിരിക്കുന്നവരും പിന്നീട് താൻ സ്ഥാപിക്കുന്ന ഭൗതിക രാജ്യത്തിൽ വസിക്കുമെന്നും കർത്താവ് അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്തു കരയുന്നത്, ഇപ്പോൾ ദുഃഖിക്കുന്നത് തന്നെ കൈക്കൊള്ളാത്ത, തന്നിൽ വിശ്വസിക്കാത്ത, തന്നെ തള്ളിക്കളയുന്ന തൻ്റെ സ്വന്തം ജനത്തിൻ്റെ നാശമോർത്ത് അവരുടെ രക്തം ഒഴുകി ഒരു പുഴയായി പട്ടണത്തിൻ്റെ തെരുവുകളിലൂടെ ഒഴുകും എന്നതിനാലും അവർ അഭിമാനമായി കരുതുന്ന അവരുടെ പ്രശംസയ്ക്ക് ആധാരമായ ദൈവാലയത്തിൻ്റെ നാശം കണ്ടിട്ടും കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ നാശത്തിനിരയായിത്തീരുന്നതും ആത്മാവിൽ കണ്ടിട്ടാണ്, തിരിച്ചറിഞ്ഞിട്ടാണ്. അത് കാണാൻ കഴിയാതെ, അതറിയാതെ ജനം ആർത്തു സന്തോഷിക്കുമ്പോൾ പ്രാണനാഥൻ ദുഃഖിക്കുകയായി. പ്രിയരെ, കർത്താവിൻ്റെ ദുഃഖത്തിന് ആധാരം ഈ ജനം ഈ വരാൻ പോകുന്ന നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുവാനുള്ള ഈ അവസാന അവസരം ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹമായിരുന്നു. ഈ വലിയ ആഗ്രഹമാണ് കർത്താവിൻ്റെ ആ കരച്ചിലിന് പിന്നിൽ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് കർത്താവിൻ്റെ ദുഃഖത്തെക്കുറിച്ച്, കർത്താവിൻ്റെ കരച്ചിലിനെ കുറിച്ച്, കർത്താവ് ദുഃഖിക്കുവാനും കരയുവാനും ഉണ്ടായ തൻ്റെ ഹൃദയത്തിൽ തോന്നിയ ആ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. യെരുശലേം പട്ടണത്തോട് കർത്താവിൻ്റെ യാത്ര അടുക്കുന്തോറും കർത്താവിൻ്റെ ദുഃഖം പട്ടണത്തിൻ്റെയും ആലയത്തിൻ്റെയും ജനത്തിൻ്റെയും നാശമോർത്ത് ആത്മാവിൽ കണ്ട് ഏറുകയായിരുന്നു. ആത്മഭാരത്താൽ ദുഃഖിക്കുന്ന, കരയുന്ന യേശുക്രിസ്തു
ഇതൊന്നും അറിയാതെ അപ്പോഴും ജനം ആർത്തു സന്തോഷിക്കുകയാണ്. സർവഭൂമിയുടെയും ആനന്ദമായിരുന്ന യെരുശലേം പട്ടണം ലോകത്തിലുള്ള സർവ്വ മനുഷ്യരുടെയും കണ്ണിന് മുൻപിൽ നിന്ദാപാത്രമാകാനും തകർക്കപ്പെടുവാനും പോവുകയാണ് എന്നോർക്കുമ്പോൾ മാനവരാശിയുടെ രക്ഷ കർത്താവിൽ കൂടി നേടുവാൻ പോകുന്ന രക്ഷകന് എങ്ങനെ വിതുമ്പിക്കരയാതിരിക്കുവാനാകും? പട്ടണത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പാടിയത് കർത്താവ് ഓർത്ത് കാണുമപ്പോൾ. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. 48-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് ആ പട്ടണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ ആഗ്രഹം പ്രകടമാക്കുകയാണ്. സമാധാന നഗരമേ, നിനക്ക് സമാധാനം നശിക്കുകയാണ്. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായി ഉള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. നീ കണ്ണു തുറന്നെങ്കിൽ കൊള്ളായിരുന്നു. സമാധാനപുത്രനെ നീ തള്ളാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സമാധാന പ്രഭുവിനെ നീ അറിഞ്ഞില്ലല്ലോ. നിനക്ക് സംഭവിക്കാൻ പോകുന്നത് നീ അറിയുന്നില്ലല്ലോ. മഷികയെ സ്വീകരിക്കാതെ അടുത്ത നിമിഷങ്ങളിൽ നീ എന്നേക്കുമായി തള്ളിക്കളയാൻ ഒരുങ്ങുകയാണ്. നിത്യപ്രവാചകനായ കർത്താവ് പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ലൂക്കോസിന്റെ സുവിശേഷം 19:43-44 വാക്യമാണ് ഈ വായിച്ചു കേട്ടത്. പ്രിയരെ, ഒരു കാലത്ത് അടിമത്തത്തിൻ്റെ ദുരിതം പേറി ജീവിച്ചവർ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർ, മരുഭൂപ്രയാണത്തിൽ അലഞ്ഞവർ, വലഞ്ഞവർ. എന്നാൽ ഇപ്പോഴവർക്ക് എല്ലാമുണ്ട്. നല്ല ഫലസമൃദ്ധമായ വിളവെടുപ്പുകളും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും രമ്യകർമ്മമായ ആരാധനാലയവും അതിൻ്റെ പ്രൗഢിയും എല്ലാം ഇന്നവർക്ക് സ്വന്തം. ഞങ്ങൾക്കൊന്നിനും കുറവില്ല എന്ന ചിന്തയാൽ ദൈവസ്നേഹത്തിൻ്റെ വില കാണാതെ പോയവർ. ഈ മശിഹ ഞങ്ങൾക്ക് വിലയില്ലാത്തവൻ എന്നവർ വിധി എഴുതി. ഞങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമില്ല എന്നവർ വിളിച്ചു പറയുകയാണ്. അവരുടെ സമാധാനത്തെ അവർ തള്ളിക്കളയുകയാണ്. ശാശ്വത സമാധാനം നൽകുവാൻ കഴിയുന്നവനെ അവർ തള്ളിക്കളഞ്ഞു. എന്നാൽ ക്രിസ്തുനാഥൻ തന്നെ തള്ളിക്കളഞ്ഞ ജനത്തിന് വരാൻ പോകുന്ന ഭയങ്കര ന്യായവിധിയെ കണ്ടിട്ട് ദുഃഖിച്ച് കരയുന്നു. കൂടപ്പിറപ്പുകളെ, ഇന്നും തങ്ങൾക്കുള്ള സമാധാനത്തിൻ്റെ വില അറിയാത്തവർ, സമാധാനം വരുത്തുന്ന പ്രഭുവിനെ തള്ളിക്കളയുന്നവർ ഏറിയ അളവിൽ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അവരെ ഓർത്ത് ഇന്നും ക്രിസ്തുനാഥൻ ദുഃഖിക്കുന്നു എന്ന സത്യം ഈ വചനത്തിൽ കൂടി നാം തിരിച്ചറിയും. അവരുടെ സമാധാനത്തിനായുള്ളത് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവർ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ എന്ന് ക്രിസ്തുയേശു ആഗ്രഹിക്കുന്നു. നമുക്കും ഈ വിധ ആഗ്രഹം ഉണ്ടാകണമെന്നാണ് ആത്മനാഥൻ ഓർമ്മിപ്പിച്ചുണർത്തുന്നത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് ദുഃഖിക്കാറുണ്ടോ? കരയാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ആത്മഭാരമുള്ളവരായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ നമുക്കിടയായി തീരണം. ശിക്ഷാവധിയിലേക്ക്, നിത്യനരകാഗ്നിയിലേക്ക് വീഴാൻ വേണ്ടി ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് ആവശ്യത്തിന് സമാധാനമുണ്ട്, ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്, ഞങ്ങൾ അനുഗ്രഹമായി പുലർത്തപ്പെടുന്നുണ്ട്, ഞങ്ങൾക്കിനി ഒരു രക്ഷകന്റെ ആവശ്യമില്ല എന്നുള്ള ഭാവേന നീങ്ങുന്ന ജനകോടികളെ ഓർത്ത് ദുഃഖിച്ച് കരയുക, ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിക്കുക, സുവിശേഷത്തിന്റെ കാഹളം ഊതുവാൻ താല്പര്യപ്പെടുക. കർത്താവ് അതിനുള്ള കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്, ചൊരിയുന്നു. ദൈവകൃപ ഉപയോഗിക്കുക. കർത്താവിനാൽ പ്രശംസിക്കപ്പെടുവാൻ ഇടയാകുക. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ കേൾക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, ഞങ്ങൾ സ്നാനപ്പെടുവാൻ, ഞങ്ങൾ പരിശുദ്ധാത്മാവിഷം പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിൻ്റെ വാക്കിന് വലയിറക്കുവാൻ, കർത്താവിനെ അനുസരിക്കുവാനൊക്കെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്നും അനേകർക്കും ആ അവസരം ഉപയോഗിക്കുവാൻ
ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. എന്നാൽ ഇനിയും അനേകർ ഞങ്ങൾക്ക് ഇനിയും ഒരു രക്ഷകനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു കൂട്ടം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രക്ഷകനെ വേണ്ട, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിച്ച് ലോകത്തിൻ്റെ ഒഴുക്കിൽ കഴിയുന്നവരും. അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ആത്മഭാരത്തോടുകൂടി ദുഃഖിച്ച് കരയുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകലിലും ചില പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, രക്ഷകനെ സ്വീകരിക്കാൻ ഇടയാക്കണമേ കർത്താവേ. സ്വർഗം വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ സമർപ്പിക്കുന്നു. തിരസ്കരിക്കാത്തവനായ സർവശക്തനായ ദൈവം നമ്മുടെ സമർപ്പണത്തെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ദൈവമാകയാൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നവന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാണ് പാടിക്കാട്ട് കർത്താവേ, ഇന്ന് പകൽ എന്നെ മുഴുവനായിട്ടൊന്ന് ശുദ്ധീകരിക്കുക. അങ്ങയുടെ തച്ചക്കിലെ ചോരയാൽ എന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ശരണം മതി സർവശക്തനേ.